കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹരിത പ്രഖ്യാപനം നടന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹരിത കേന്ദ്രങ്ങളാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കലാലയങ്ങൾ ഹരിത കലാലയമായും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും അങ്കണവാടികൾ ഹരിത അങ്കണവാടികളുമായാണ് പ്രഖ്യാപനം നടത്തപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും പരിശോധന നടത്തുകയും A+, AB എന്നീ ഗ്രേഡുകൾ നൽകുകയും B ഗ്രേഡ് നേടിയ സ്ഥാപനങ്ങൾക്ക് 10 ദിവസം സമയം അനുവദിച്ചു നൽകുകയും പോരായ്മകൾ പരിഹരിച്ച് A ഗ്രേഡിലേക്ക് എത്തുന്നതിന് സമയം അനുവദിക്കുകയും ചെയ്തു. A+ A ഗ്രേഡുകൾ നേടിയ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ 2 കലാലയങ്ങൾക്കും 11 വിദ്യാലയങ്ങൾക്കും 28 അങ്കണവാടികൾക്കും ഹരിത കേരളം മിഷന്റെ സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പ്രഖ്യാപനം നടത്തി. കുറേ നാളുകൾക്ക് മുമ്പ് എല്ലാ സ്കൂളുകളിലും നമ്മൾ ഹരിത ക്ലബ്ബുകൾ സ്ഥാപിക്കുകയും എങ്ങനെയാണ് മാലിന്യം സംസ്കരിക്കേണ്ടതെന്ന് ഓരോ ക്ലാസ് റൂമിലും അതുപോലെ തന്നെ ഓരോ സ്കൂളിലും മൈതാനവും എല്ലാം എങ്ങനെ വൃത്തിയായി ഇരിക്കണമെന്നും കുട്ടികൾക്ക് ക്ലാസുകൾ കൊടുക്കുകയും വളരെ വിപുലമായ രീതിയിൽ ഒരു ഹരിത സഭ വിളിച്ചു ചേർക്കുകയും അവിടെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധം നൽകുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മുടെ വലിച്ചെറിയൽ ഒരു സംസ്കാരമായി മാറിയിരിക്കുന്ന കാലത്ത് നിന്ന് എങ്ങനെയത് മാറ്റിയെടുക്കണം. വലിച്ചെറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങൾ നമ്മളെ ഒഴിവാക്കുക എന്ന ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? ചാക്കിലോ ഇല്ല കൂടിലോ ഒക്കെ കെട്ടി വഴിസൈഡിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാകുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അതുമൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാലത്ത് നിന്ന് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, അസിസ്റ്റന്റ് സെക്രട്ടറി അനിജ R, ജൂനിയർ സൂപ്രണ്ട് ജയരാജം നായർ, നോഡൽ ഓഫീസർ ഡിനി KF, ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ എബി വർഗീസ്, ശുചിത്വ മിഷൻ പഞ്ചായത്ത് കോർഡിനേറ്റർ ബിജിമോൾ വർഗീസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ മനു T. ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു.